അങ്കനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്രാമത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും അമരത്തിരുന്ന് നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച അനേകം സ്ത്രീകളുണ്ട്. അത്തരത്തിൽ വിജയിച്ച ഒരു സ്ത്രീയുടെ തുടർക്കഥയാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ. എൻ്റെ പേര് തുളസി ഷാൻഡോ എന്നാണ്. ഞാനിപ്പോൾ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള ഒരു പദവിയിലിരിക്കുന്നു. റോഡുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് റോഡുകൾ ഇപ്പോൾ ഈ മഴക്കാലം വന്നതോടുകൂടി പൊട്ടിപ്പൊളിഞ്ഞിട്ടും പിന്നെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടും ഒരുപാട് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തൽക്കാലം കോറി വേസ്റ്റ് അടിച്ചിട്ട് ഒരു പെട്ടെന്നുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു ശാശ്വത പരിഹാരം അല്ല. പക്ഷേ തുടർന്ന് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡുകൾ തിരഞ്ഞെടുത്ത് അവ എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി തുറന്ന് കൊടുക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ വെള്ളക്കെട്ട്, കുറേ സ്ഥലത്ത് വെള്ളക്കെട്ട് കാനകൾ അടഞ്ഞിട്ടും അതുപോലെ ഉണ്ട്. ഭൂമാഫിയ മണ്ണിട്ട് നികത്തിയിട്ടൊക്കെ കുറേ വെള്ളക്കെട്ടുകളിൻ്റെ പരാതി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സമയോചിതമായി ഇടപെട്ട് ആ വെള്ളക്കെട്ടുകളൊക്കെ കുറേ സ്ഥലങ്ങളിലേക്ക് പരിഹാരമായിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിലേക്ക് നമ്മളൊരു കാന നിർമ്മിക്കാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിർമ്മിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആർക്കും ബുദ്ധിമുട്ട് വരുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോവില്ല. പിന്നെ പറയാനുള്ളത് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിച്ച് അവിടെയുള്ളവർക്ക് എല്ലാം ഇപ്പോൾ ഒറ്റ അടിക്ക് പറ്റില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഏരിയ, അപ്പോൾ ഈ തവണത്തെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു 300-400 മീറ്ററോളം ഓരോ വാർഡിലേക്കും പുതിയ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നുണ്ട്. അപ്പോൾ അത് വാർഡ് മെമ്പർമാരെ ആയിട്ട് ആലോചിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് സ്ട്രീറ്റ് ലൈൻ നീട്ടി കൊടുക്കും. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഭൂമാഫിയ വന്ന് നിലനികത്തിലും അതുപോലെ മണ്ണടിക്കലൊക്കെ അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കും. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു അനധികൃതമായിട്ടുള്ള ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അതുപോലെ അതിന് ഒരു തരത്തിലും പൊതുജനത്തിന് ഉപദ്രവമാകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പദ്ധതികൾക്കും നമ്മൾ അനുമതി കൊടുക്കില്ല. അതൊക്കെ സംയോജിതമായി ഇടപെട്ട് അപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. പിന്നെ ഓഫീസിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടാക്സ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ടാക്സ് മേടിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ പോസ്റ്റിംഗ് എല്ലാം പൂർത്തീകരിച്ച് കംപ്ലീറ്റ് ബിൽഡിംഗ് ടാക്സുകൾ അതുപോലെ ലൈസൻസൊക്കെ എല്ലാതും കമ്പ്യൂട്ടറിലേക്ക് ആക്കുന്ന ഒരു സംവിധാനം നടന്നു വരുന്നു. കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഛായ തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. പഞ്ചായത്തിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലൈസൻസ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നിലവിലുള്ള ലൈസൻസുകൾ പുതുക്കും, സമയാസമയത്ത് പുതുക്കാനും അതുപോലെ ബിൽഡിങ്ങിൻ്റെ ടാക്സുകൾ പിരിച്ചെടുക്കാനും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ പ്രധാനമായിട്ടും ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ 2 സ്കൂളുകളാണുള്ളത്, ഗവൺമെൻറ് LP സ്കൂളുകൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെയും ഗവൺമെൻറ് LP സ്കൂളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. ശോചനീയം എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ പര്യാപ്തതയിലോ അല്ല, വിദ്യാർത്ഥികളുടെ എണ്ണം താരതമ്യേന കുറവ്. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടാനുള്ള പരിപാടികൾ, അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, പിന്നെ അതുപോലെ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തിട്ട് ഇംഗ്ലീഷ് കൂടുതൽ നന്നായി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവാതെ കൂടുതൽ കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
പിന്നെ അതുപോലെ പഞ്ചായത്തിലുള്ള ഹൈസ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു റെമഡിയൽ ടീച്ചിങ്, അതായത് പഠനത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ അവർക്ക് കൂടുതൽ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സ്കൂളുകളിൽ റെമഡിയൽ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കായി ഒരു ധനസഹായം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നീക്കി വെച്ചിട്ടുണ്ട്. അത് അവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കായിക രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ദേശീയ, യൂണിവേഴ്സിറ്റി, സംസ്ഥാന തലത്തിലുള്ള കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ക്യാമ്പ് നടത്തുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടേത്. അപ്പോൾ ആ കായിക താരങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആർച്ചറിയുടെ കാര്യത്തിലാണെങ്കിൽ ആർച്ചറി എന്നുള്ള ഒരു പരിപാടിയിൽ വയനാട് ജില്ലയായിരുന്നു ഇത്രയും നാൾ ചാമ്പ്യന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വയനാട് ജില്ലയെ മറികടന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ചാമ്പ്യന്മാരാവാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൈപ്പറമ്പ് പഞ്ചായത്തിലുള്ള കുട്ടികൾ തന്നെയാണെന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കായിക പരിശീലനം, അതുപോലെ ഫുട്ബോൾ, ആർച്ചറി, അതിന് വേണ്ടിയിട്ടൊരു വിഹിതം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കരുതി വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഒരു മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം ഒരു നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഴുവൻ ഫണ്ട് എടുത്ത് വിനിയോഗിച്ചാൽ പോലും ആ പണി പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം തേടി ജില്ലാ പഞ്ചായത്തിൻ്റെ ആ സഹായത്തോടു കൂടി ആ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിലുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഈ സർക്കാർ ഒരു 50% സ്ത്രീ സംവരണം സാധ്യമാക്കിയതിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും പ്രവർത്തിക്കാനും ഉള്ളൊരു അവസരം മുന്നിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ പുറത്തേക്ക് വരികയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ തോന്നും, നമുക്കും ഇതുപോലെ ആയാലെന്താ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കുക. അതുപോലെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സാധ്യമാക്കുക. നമ്മൾ ഈ പേപ്പറിലും മാഗസിനിലൊക്കെ വായിക്കുന്നതല്ലാണ്ട് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു ചാൻസ് വന്നു, പുറത്തേക്ക് ഇറങ്ങി നന്നായി പ്രവർത്തിക്കുന്നു. അതുവഴി നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം വരാനും എല്ലാ തരത്തിലും നല്ലൊരു മാർഗരേഖ തെളിക്കാനും കഴിയുന്നു എന്ന് തന്നെ തോന്നുന്നു. നന്ദി, നമസ്കാരം. മനോഹരമായ ചെടികളും ഔഷധഗുണമേറിയ സസ്യങ്ങളും വിപണന സാധ്യതയാക്കി അതിലൂടെ കുറേ പേർക്ക് തൊഴിൽ നൽകുക എന്നത് വളരെ നല്ലൊരു ആശയമാണ്. ഈ ആശയ സാക്ഷാത്കാരമാണ് ഇന്ന് വിജയഗാഥയിൽ. എൻ്റെ പേര് സുലോചന. ഞാൻ ഇവിടെ 7 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത്. എനിക്ക് ഇതിപ്പോൾ ഞങ്ങൾ നിറയ്ക്കുന്നത് കറ്റർ വാഴയാണ്. അതിൽ ഞങ്ങൾ 10 കൊട്ട മണ്ണും 5 കൊട്ട ചകിരിച്ചോറും 2 കൊട്ട ആട്ടുംകാട്ടും പൊടി ഇത് ചേർക്കുന്നു. ഞങ്ങളിപ്പോൾ ഇത് നിറയ്ക്കുകയാണ്. ഇത് ഞങ്ങൾ ചെടികളുടെ എല്ലാം ഞങ്ങൾക്ക് ഫലപുഷ്ടിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് മാസം 3000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അതിന് എൻ്റെ വീടും എൻ്റെ കുട്ടികളുടെ പഠിപ്പും അതിൽ നിന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ചെറിയൊരു വരുമാനം, ജോലി ചെയ്യാൻ നല്ലൊരു സന്നദ്ധയാണ്. പിന്നെ ഞങ്ങളുടെ ചെടി വിൽക്കുവാനും വാങ്ങുന്നതിനും ഞങ്ങൾ നല്ല സംതൃപ്തരാണ്. എൻ്റെ പേര് കോമളവല്ലി. ഞാൻ 18 വർഷമായി നഴ്സറി മാത്രം നോക്കി ജീവിക്കുന്നു. എൻ്റെ കീഴിൽ 3-4 ജോലിക്കാരുണ്ട്. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ മക്കളെ നോക്കിയതൊക്കെ ഇതുകൊണ്ടാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 24 വർഷമായി. എൻ്റെ മക്കളെ വളർത്തി കല്യാണം കഴിച്ചു കൊടുത്തു. 3 പേരുടെ കല്യാണം കഴിഞ്ഞു. 2 പെൺമക്കളാണ്. എല്ലാ ബാധ്യതകളൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോൾ കിടക്കാനൊരു ചെറിയ വീടുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാനൊരു കൈത്തൊഴിലുണ്ട്. ചെടികൾ പല വെറൈറ്റികളായിട്ടാണ് ഉണ്ടാക്കുക. അത് കുറേ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മഴയത്ത് വയ്ക്കും, കുറേ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വെയിലത്ത് വയ്ക്കും.
കുറച്ച് ഞങ്ങൾ കൂട് കെട്ടി തണലത്ത് വെക്കും. അങ്ങനെ 3-4 സെക്ഷനായിട്ടാണ് അത് ഉണ്ടാക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ വീട് യാതൊരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടില്ലാണ്ട് പോണ്. തേക്ക്, മുല്ല, ജാതി, റോസ്, കുരുമുളക്, രണ്ടാന, റംബൂട്ടാൻ, പല വൃക്ഷത്തൈകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ വിൽപ്പന നടത്തുന്ന എൻ്റെ ജോലിക്കാരാണ് അത് വിൽപ്പന നടത്തുക. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളൊന്നുമില്ല. സുഖമായി ഞങ്ങൾ വഴിയോരത്തൊരു കച്ചവടം വെച്ച് ചെറിയൊരു സ്ഥലത്ത് 20 സെൻറ്റ് സ്ഥലം ഉണ്ടായില്ല. ഞങ്ങളൊരു കച്ചവടം വെച്ച് ഞങ്ങൾ ജീവിക്കണം സുഖമായിട്ട്. എൻ്റെ മോൻ വന്ന് എന്നെ സഹായിക്കും. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് കുടുംബം കഴിഞ്ഞു കൂടി പോകണം. ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ ചാമ്പ, പേര, ലൂവി, ജാതിക്ക, റംബൂട്ടാൻ, കണിക്കൊന്ന, മുരിങ്ങ ഒക്കെ വിത്ത് ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ തേക്ക് സ്റ്റമ്പ് വരുന്നതാണ്, മുല്ല സ്റ്റമ്പ് വരുന്നതാണ്, കറ്റാർവാഴ തൈ വരുന്നതാണ്. അങ്ങനെ നെല്ലി, കാട്ടുനെല്ലി, തണൽ മരങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ചെറുതൈ കൊണ്ടുവരും. അത് ഞങ്ങളിവിടെ കൂടയിൽ നിറച്ച് നല്ല രീതിയിൽ വേര് പിടിപ്പിച്ച് നല്ല ചെടിയായിട്ട് ഞങ്ങൾ കൊടുക്കും. അതിന് എൻ്റെ പണിക്കാരും ഞാനൊപ്പം സഹായിച്ച് ഞങ്ങൾ നല്ലൊരു രീതിയിൽ ഇത് കൊണ്ടുപോകണം. ഇതുവരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥിരമായിട്ട് 3 ആൾക്ക് കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം തമിഴനെ നിർത്തും മണ്ണ് വെട്ടി കയറ്റാനായിട്ട്. പിന്നെ മാസത്തിൽ 3 മാസം കൂടുമ്പോൾ 10 വണ്ടി മണ്ണ് മേടിക്കും. 6 മാസം കൂടുമ്പോൾ ഒരു വണ്ടി ചകിരിപ്പൊടി മേടിക്കും. 6 മാസം കൂടുമ്പോൾ 25 ചാക്ക് ആട്ടുംകാട്ടം മേടിക്കും. അതൊക്കെ ഞങ്ങൾ റോട്ടിൽ നിന്ന് തമിഴന്മാരെ വിളിച്ച് കൂലിക്ക് കൂടിനകത്ത് കയറ്റും. ഇവിടെ ഇട്ടിട്ട് മിശ്രിതാക്കിയിട്ടാണ് ഞങ്ങൾ കൂടെ നിറച്ച് ഉൽപ്പാദനം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ചെടികൾ ഉൽപ്പാദിപ്പിച്ച് നല്ല നിലയിൽ ഉണ്ടാക്കുന്നത്. എനിക്ക് വേറെ ഒരു തൊഴിലറിയില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ച തൊഴിലും TOSയിൽ പോയിട്ട് ഇത് തന്നെയാണ്. അത് പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ ഈ തൊഴിലിന് സ്വയമായിട്ട് ലോൺ എടുത്ത് തുടങ്ങി. ആദ്യം ഞാൻ ബറോഡ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്. ആ ലോണൊക്കെ എൻ്റെ തീർന്നു. ഇപ്പം ഞാൻ എൻ്റെ പെൺമക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലോൺ ഓറിയൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതും തീരാറായി വരണം. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ജീവിക്കണം. എനിക്ക് ആശ്രയമില്ലാത്ത സമയത്ത് എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുമ്പോൾ ബറോഡ ബാങ്കാണ് എന്നെ സഹായിച്ചത്. അതിൽ നിന്നാണ് ഞാൻ ഈ നഴ്സറി തുടങ്ങിയത്. എൻ്റെ മക്കളുടെ അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൾക്ക് 15 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെ താഴെയാണ് 2 ആളും. അത് കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ വളർത്തി ഡിഗ്രി വരെ പഠിപ്പിച്ചു. അവരൊക്കെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. മോനും കല്യാണം കഴിച്ചു. അതുകൊണ്ട് ഞാനിതിൽ സന്തോഷവതിയാണ്. പിന്നെ എന്നെ സഹായിക്കാൻ അന്നൊക്കെ എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ജോലിക്കാരും എൻ്റെ മകനും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഹായിച്ച് നല്ല നിലയിൽ ജീവിച്ചു പോകണം. ഈ ഉൽപ്പാദനം ചെയ്യുന്നവർക്ക് ആർക്കായാലും ഒരു ഉപകാരക്കുറവും വരില്ല. എല്ലാവർക്കും നല്ല സമൃദ്ധിയായി ജീവിക്കാം. നല്ലൊരു വരുമാനമുള്ള തൊഴിലാണിത്. നമ്മൾ പണിയെടുക്കാൻ മെനക്കെട്ടാൽ മതി. ഇപ്പോഴും ഞാൻ രാവിലെ 10 മണിക്ക് ഇവിടെ വരും. ഉച്ചയ്ക്ക് 12:30 പോകും. ഉച്ച കഴിഞ്ഞ് 3:30 ജോലിക്കാർക്ക് കാപ്പി കൊണ്ടുവരും. അവരുടെ കൂടെ വൈകിട്ട് 5:30 കയറി പോവും. വീട്ടിൽ ചെന്ന് സുഖമായി കുളിച്ച് കിടന്നുറങ്ങി TVയും കണ്ട് കിടക്കും. ഇപ്പം എൻ്റെ സന്തോഷം അതാണ്. രക്തചന്ദനവും ചെറുനാരങ്ങ നീരും ചേർത്ത് കാച്ചിയ വെളിച്ചെണ്ണയിൽ അല്പം കർപ്പൂരവും കൂടെ ചേർത്ത് തലയിൽ തേൽക്കുവാണെങ്കിൽ തുമ്മലില്ലാതാവുവാനായിട്ട് ഒരു പരിധിവരെ സഹായകരമാണ്. ഇനി വളരെ സ്വാദിഷ്ടകരമായ വിഭവവുമായി പാചകമേള.
നമസ്കാരം. ഇന്നത്തെ പാചകമേളയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. അതിനാവശ്യമുള്ള സാധനം പലതരം പുഡിങ്ങുകളും ഡെസേർട്ട്സും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പുഡിംഗ് ആണ്. ഇത് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, മുതിർന്നവർക്കായാലും ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടും, കഴിക്കാവുന്നതുമായ ഒരു പുഡിംഗ് ആണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ്, അതിന് 100 ഗ്രാം ബട്ടർ, 150 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ബിസ്ക്കറ്റ് എല്ലാം നിരത്തി നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തണ കോല് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടെ നന്നായിട്ട് ക്രീമി ആയിട്ടൊന്ന് അടിക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ കൊക്കോ പൊടിയും ചേർത്തിട്ട് ഒരു ട്രേയിൽ നന്നായിട്ട് പരത്തുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് മുറിച്ചെടുക്കുക. നമ്മുടെ കാഡ്ബറീസ് ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ഇഫക്റ്റ് ഈ ബിസ്ക്കറ്റ് പുഡിങ്ങിനുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ബിസ്ക്കറ്റ് 3-4 എണ്ണം വീതം വെച്ചിട്ട് ചപ്പാത്തി പരത്തണ കോല് വെച്ചിട്ട് ഒന്ന് പൊടിക്കുക. പെട്ടെന്നാവും ഇത്. കണ്ടോ, ഇത് ഇങ്ങനെ പൊടിക്കുന്നത് വളരെ നൈസായിട്ട് പൊടിയാണ്ടിരിക്കാനാണ്. ഇത് നിങ്ങൾക്ക് തോന്നും മിക്സിയിലിട്ട് പൊടിച്ചാൽ എളുപ്പമല്ലേന്ന്. മിക്സിയിൽ ഇടരുത്, ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കണം. സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് ഒരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് ചപ്പാത്തി പരത്തണ കോല് കൊണ്ടിട്ട് നന്നായിട്ട് പൊടിക്കുക. ഇത് മിക്സിയിലിട്ട് പൊടിക്കരുത്, അധികം പൊടിഞ്ഞു പോകരുത്. അത് ക്രംബിൾസ് ആയാൽ മതി. അത് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതിനാവശ്യമുള്ള 100 ഗ്രാം ബട്ടർ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. 150 ഗ്രാംസ് പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാര നന്നായിട്ട് പൊടിയണം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് കൊക്കോ പൗഡറും ചേർത്തിട്ട് 2 ടീസ്പൂണാണ് കൊക്കോ പൗഡർ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം, മിക്സ് ചെയ്യാം. ബട്ടറും പഞ്ചസാരയും കൊക്കോവും കൂടെ നന്നായിട്ട് മിക്സായി നല്ലൊരു ക്രീമി ഫോം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ആരോ റൂട്ട് ബിസ്ക്കറ്റിൻ്റെ ക്രംബിൾസ്, പൊടിയല്ല, ഞാൻ ഒന്നുകൂടെ പ്രത്യേകം പറയാം, ഇത് മിക്സിയിലിട്ട് പൊടിക്കരുത്. ഈ ക്രംബിൾസും ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ട് മയത്തിൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു ട്രേയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് അത് ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല ചോക്ലേറ്റ് പോലെ ഉറച്ച് കിട്ടും. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് ബിസ്ക്കറ്റ് പരുവത്തിൽ സെർവ് ചെയ്യാം. കഴിക്കുമ്പോൾ മിഠായിയുടെ ടേസ്റ്റും കാണുമ്പോൾ ഒരു നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ ഫോമും ആയിരിക്കും. വളരെ രുചികരമായ ഒരു ഡിഷാണിത്. ഇത് നമുക്കിനി ട്രേയിലോട്ട് മാറ്റാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അമർത്തി ആ ട്രേയുടെ എല്ലാ അറ്റത്തും നന്നായി കൈ കൊണ്ട് പരത്തുക. നല്ല പ്രസ് ചെയ്തിട്ട് വേണം ഇത് പരത്താൻ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഉറച്ച് കിട്ടും. അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് നല്ല അമർത്തി ട്രേയുടെ 4 സൈഡും നന്നായിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം മുറിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ.
തീർച്ചയായും ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉറപ്പാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്കനയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.